ഹായ് ഫ്രണ്ട്സ്, സഫാരി കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. നമ്മുടെ ചാനലിൽ നമ്മളെ കണ്ടിട്ട് നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സിനെ അറിയാം, ഒരുപാട് ദിവസമായി നമ്മൾ നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ട് കുറേ ആളുകൾ മെസ്സേജ് ആയിട്ടും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും കമൻ്റ് ആയിട്ടൊക്കെ അന്വേഷിക്കുന്നുണ്ട്, എന്താ വീഡിയോ വരാത്ത, എന്താ വീഡിയോ ചെയ്യാത്ത. ഇന്ന് നമ്മുടെ ഷോറൂമിൻ്റെ മുന്നിലൂടെ പോകുന്ന ഒരു സബ്സ്ക്രൈബർ നിർത്തിയിട്ട് പറഞ്ഞു ജീപ്പിൻ്റെ വീഡിയോ പെട്ടെന്ന് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെട്ടു. അപ്പോൾ അതൊക്കെ അപ്പോൾ അത്തരത്തിലുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരുപാട് അന്വേഷണങ്ങളൊക്കെ വരുന്നുണ്ട്. ഒന്നുമല്ല, നമ്മൾ വീഡിയോ വൈകാൻ കാരണം നമ്മുടെ ഷോറൂമിൻ്റെ റിനിവേഷൻ വർക്കുകൾ നടക്കുകയാണ്. ഏകദേശം 75% നമ്മളെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഒരു 10 ദിവസത്തെ വർക്കും കൂടെ നമുക്കുണ്ട്. നമ്മുടെ വീട്ടിൽ ഷോറൂമിലുള്ള വാഹനങ്ങളൊക്കെ നമ്മൾ വീട്ടിലോട്ട് മാറ്റിയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ തൽക്കാലം ഇന്ന് നമ്മുടെ ചാനലിൽ കുറച്ച് വാഹനങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നതാണ്. ഏകദേശം 6ഓളം വാഹനങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ബെൻസ് C250 ഉണ്ട്, അതേപോലെ ഓഡി A4 ഉണ്ട്, ഹോണ്ട അക്കോർഡ് ഉണ്ട്, അതേപോലെ 2014 മോഡൽ GL 350 ഉണ്ട്, പിന്നെ DA ജീപ്പ് ഉണ്ട്. ഈ DA ജീപ്പിന് ഒരുപാട് വിശേഷങ്ങൾ ഇതിൻ്റെ പറയാനുണ്ട്. പിന്നെ 5 സീരീസ് വാഹനമുണ്ട്. പിന്നെ നമുക്ക് പ്രീമിയം ബൈക്സിൽ പെട്ട ഹാർലി ഡേവിഡ്സൺ, അതേപോലെ റോയൽ എൻഫീൽഡിൻ്റെ ഇൻ്റർസെപ്റ്റർ എന്ന് പറയുന്ന 2 വാഹനങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ട്. ഇനി മുതൽ നമ്മുടെ സഫാരി കാർസിൻ്റെ വീഡിയോസിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഷോറൂമിലാണെങ്കിലും നമ്മുടെ ചാനലിലാണെങ്കിലും അപ്ഡേഷൻസ് വരുത്തേണ്ട സമയമായി. അപ്പോൾ നമ്മൾ ഒരുപാട് മാറ്റങ്ങളോട് കൂടിയാണ് ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾക്കൊക്കെ നമ്മളെ പറ്റി അറിയാം. കാരണം നമ്മൾ എത്തരത്തിലുള്ള വാഹനങ്ങളാണ് ഡീൽ ചെയ്യാറ്, എത്തരത്തിലുള്ള വാഹനങ്ങളാണ് സെയിൽ ചെയ്യാറ് എന്നൊക്കെ അറിയാം. അപ്പോൾ പുതിയ ഒരുപാട് ആളുകൾ നമ്മുടെ ചാനലിൽ കടന്നു വന്നിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇനി നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് വേണ്ടിയിട്ട് എത്തരത്തിലുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യാറ്, അല്ലെങ്കിൽ എത്തരത്തിലുള്ള വീഡിയോസാണ് ഇനി നമ്മുടെ ചാനലിൽ വരുന്നത്, പിന്നെ എത്തരത്തിലുള്ള വാഹനങ്ങളാണ് നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഏത് രീതിയിലാണ് നമ്മുടെ ഷോറൂം മുന്നോട്ട് പോകുന്നതൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ ചാനലിൽ കാണുന്നവർക്കറിയാം നമ്മുടെ ഷോറൂമിൽ എല്ലാവിധ കാറുകളും നമ്മൾ എടുക്കാറുണ്ട്, വിൽക്കാറുണ്ട്. അതിലൊക്കെ ഉപരി നമ്മൾ പാർക്ക് ആൻഡ് സെയിൽ സിസ്റ്റത്തിൽ വാഹനങ്ങൾ പാർക്ക് ആൻഡ് സെയിലിന് കസ്റ്റമർ വാഹനം വാങ്ങിക്കുകയും സെയിൽ ചെയ്യാറുണ്ട്. ഇനി നമ്മൾ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഷോറൂമിലും നമ്മുടെ വീഡിയോസിലും നമ്മൾ മാറ്റം വരുത്തുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നൊക്കെ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞു തുടങ്ങട്ടെ. നമ്മൾ മാരുതി 800 മുതൽ നമ്മളിനി റോൾസ് റോയ്സ് കിട്ടിയാലും വാങ്ങുന്ന കണ്ടീഷനിലാണ് നമ്മൾ പോകുന്നത്. അതായത് നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനൊക്കെ അനുസരിച്ച് നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഷോറൂമിൽ എത്തരത്തിലുള്ള വാഹനങ്ങളും നിങ്ങൾക്ക് വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനം അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വാഹനം നിങ്ങളുടെ വാഹനം സെയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിന് 2 രീതിയിൽ നമുക്ക് നിങ്ങളുടെ വാഹനം സെയിൽ ചെയ്യാൻ കഴിയും. ഒരു രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും, നിങ്ങളുടെ വാഹനം നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും. അതിലൊക്കെ ഉപരി ചില ആളുകൾക്ക് ഉണ്ടാവും, നമുക്ക് വാഹനം കുറച്ച് താമസം എടുത്താലും നമ്മുടെ വാഹനത്തിന് അത്യാവശ്യം നല്ലൊരു പ്രൈസ് കിട്ടണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകൾക്ക് നിങ്ങളുടെ വാഹനം നിങ്ങൾക്ക് നമ്മളെ പാർക്ക് ആൻഡ് സെയിലിന് ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാർക്ക് ആൻഡ് സെയിൽ സിസ്റ്റത്തിൽ നിങ്ങളുടെ വാഹനം സെയിൽ ചെയ്യുന്നതാണ്. ഈ പാർക്ക് ആൻഡ് സെയിലിനാണെങ്കിലും നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ച് ഗ്യാരണ്ടികളുണ്ട് നമുക്ക് വാഹനം പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതായത് മേജർ ആക്സിഡൻറ്റ്, ഓവർ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളില്ല വാഹനം നമ്മൾ ഒരിക്കലും പർച്ചേസ് ചെയ്യില്ല. ഉദാഹരണത്തിന് പറയാം, അപ്രോണ് പോവുക, ചേസ് പോവുക, ഓവറായി അടിച്ച വാഹനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യില്ല. പാർക്ക് ആൻഡ് സെയിലിലെ വാഹനങ്ങളും നമ്മൾ അത്തരത്തിലുള്ള വാഹനങ്ങൾ നമ്മൾ നമ്മുടെ ഷോറൂമിൽ നിർത്താനോ സെയിൽ ചെയ്യാനോ നമ്മൾ ചെയ്യില്ല. അല്ലാത്തൊരു വാഹനങ്ങൾ, ഇപ്പോൾ ഒരു ഡോറ് റീപ്ലേസ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് റീപ്ലേസ്, അത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ നമ്മൾ വാങ്ങാറുണ്ട്, വിൽക്കാറുണ്ട്. അത് നമ്മൾ കസ്റ്റമറെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടാണ് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യാറ്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങളുടെ വാഹനം സെയിൽ ചെയ്യാൻ ഉദ്ദേശിച്ച് നിങ്ങൾ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വാഹനത്തിന് നിർബന്ധമായിട്ടും ഫ്ലഡിൽപ്പെട്ട വാഹനമോ മേജർ ആക്സിഡൻറ്റിൽപ്പെട്ട വാഹനമോ അതിൻ്റെ RC ഓണർ മുഖാന്തരമേ നമ്മൾ വാഹനം പർച്ചേസ് ചെയ്യുള്ളൂ. നിങ്ങളുടെ വാഹനം സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ RC ഓണർ സെയിൽ ലെറ്റർ, അതേപോലെ RC ഓണർ പ്രൂഫ്, അല്ലെങ്കിൽ RC ഓണർ കോൺടാക്ട് നമ്പർ, അല്ലെങ്കിൽ RC ഓണർ സമ്മതപ്രകാരം മാത്രമേ നമ്മൾ വാഹനം പാർക്ക് ആൻഡ് സെയിലിന് നിർത്തുകയും ഉള്ളൂ, അതേപോലെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുള്ളൂ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയാനുള്ള കാരണം ഒരുപാട് കോളുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക്, ഇതൊക്കെ അറിഞ്ഞ് താല്പര്യമുള്ള ആളുകൾക്ക് മാത്രം കോൺടാക്ട് ചെയ്താൽ മതി എന്നുള്ള രീതി കൊണ്ടാണ് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽസായി തുറന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലാണ് നമ്മുടെ വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഏത് തരത്തിലുള്ള വാഹനങ്ങളും, അതായത് കാറുകളിൽ പെട്ട ഏത് തരത്തിലുള്ള വാഹനങ്ങളും
നമ്മൾ പർച്ചേസ് ചെയ്യും. അതേപോലെ നിങ്ങളുടെ വാഹനം സെയിൽ ചെയ്യാനും നിങ്ങളെ സഹായിക്കും. ഈ രണ്ട് ഓപ്ഷനും നിങ്ങൾക്ക് നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അതിൻ്റെ രീതിയിൽ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, തീർച്ചയായിട്ടും നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിൽ മാത്രം നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കണം. അതാണ് നമ്മുടെ ഷോറൂം നമ്പർ. ഇത്രയും ദിവസം നമ്മൾ 2 നമ്പറാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരുന്നത്. ഇനി 4 നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ 4 നമ്പറിലും നമ്മൾ ഓരോ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. വാട്സപ്പിൽ കാറുകളുടെ ഫോട്ടോ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. അതേപോലെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് വെച്ചിട്ട് തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഫോണിൽ കിട്ടുന്നില്ല എന്നുള്ള പരാതി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പറയുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. കാരണം നമ്മളൊരു പുതിയ ഷോറൂം ഒരു അപ്ഡേഷൻ വരുത്തി നമ്മൾ ഓപ്പൺ ആക്കുകയാണ്. ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുമായി ഈ കാര്യങ്ങളൊക്കെ പങ്കുവെക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ വാഹനങ്ങളും പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നെ നമ്മൾ യൂസ്ഡ് ബൈക്സ് നമ്മൾ ചെയ്യാറ് കാര്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഹാർലി ഡേവിഡ്സൺ, ഇൻ്റർസെപ്റ്റർ, അതേപോലെ പ്രീമിയം ബൈക്സാണ് നമ്മൾ കാര്യമായിട്ടും നമ്മൾ പർച്ചേസ് ചെയ്യാറും പാർക്കാർ സെയിലിന് വാങ്ങാറും വിൽക്കാറൊക്കെ. ഇതൊക്കെ നമ്മൾ പറയുന്നത് നിങ്ങൾക്കും പാടെ ഉപകാരപ്പെടും. നിങ്ങളുടെ വാഹനം സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇനി നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആയിട്ടുള്ള വാഹനങ്ങൾ ഇപ്പോൾ നിലവിൽ ഏകദേശം 25-30ഓളം വാഹനങ്ങളുണ്ട്. അതിൽ പ്രീമിയം കാറുകളുണ്ട്. വാഗനർ, റിഡ്സ്, അൾട്ടോ, അതേപോലത്തെ അൾട്ടോ ഇപ്പോൾ റെഡിയിൽ സ്റ്റോക്കില്ല, അത്തരത്തിലുള്ള വാഹനങ്ങൾ റെഡിയിലുണ്ട്. പിന്നെ SUV ടൈപ്പിലുള്ള വാഹനങ്ങളുണ്ട്. ഇന്നോവ ക്രിസ്റ്റ, അത്തരത്തിലുള്ള നമ്മളെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം, നമ്മൾ ഓരോ വാഹനങ്ങളുടെയും വീഡിയോ ചെയ്യാറുമുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ചാനലിലുള്ള സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ആണ് ഇപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു പ്രീമിയം കാർസാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് 2015 താഴെയുള്ള അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി, നമ്മളെ എല്ലാവർക്കും, എല്ലാ സാധാരണക്കാർക്കും അല്ലെങ്കിൽ ഏതൊരാൾക്കും പ്രീമിയം കാർ വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസിലുള്ള വാഹനങ്ങളാണ് നമ്മൾ കൂടുതലും ചെയ്യാറ്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മളെ ഷോറൂമിൽ നമ്മൾ ഫിനാൻസ് അവൈലബിലിറ്റി നമ്മുടെ ഷോറൂമിൽ നമ്മൾ ഫിനാൻസ് ചെയ്തിട്ടല്ല വാഹനങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഫിനാൻസ് ചെയ്യുന്ന ആളുകൾക്ക് മോഡൽ കൂടിയ വാഹനങ്ങൾ വേണ്ടി വരും. ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബെൻസ് C250 ആണ് ഈ ഒരു വാഹനം. 2012 മോഡൽ ഒറിജിനൽ കേരള വാഹനമാണ്. നമ്മൾ ഒറിജിനൽ കേരള വാഹനം ചെയ്യാറുണ്ട്, റീ രജിസ്ട്രേഷൻ വാഹനങ്ങളും ചെയ്യാറുണ്ട്. റീ രജിസ്ട്രേഷൻ വാഹനം നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഡോക്യുമെൻ്റ് കറക്റ്റായിട്ട് വെരിഫൈ ചെയ്ത് NOC എടുത്ത് കസ്റ്റമർ പേരിൽ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ട്രാൻസ്ഫർ, NOC ആണെങ്കിൽ NOC. ഇപ്പോൾ നമുക്ക് റീ രജിസ്ട്രേഷൻ വാഹനങ്ങൾ മഹാരാഷ്ട്രയിലോ ഡൽഹിയിലോ ഒക്കെ രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾ അവിടെയുള്ള കസ്റ്റമർ ആണെങ്കിൽ അവിടെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് അത്തരത്തിലുള്ള രീതിയിലൊക്കെ നമുക്ക് വാഹനം കൊടുക്കാൻ കഴിയും. പിന്നെ നമ്മൾ റീ രജിസ്ട്രേഷൻ വാഹനങ്ങൾ കൊടുക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കാണ്. എത്തരത്തിലുള്ള എന്ത് ഡോക്യുമെൻറ്റിൽ എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾക്ക് നമ്മളുമായി കോൺടാക്ട് ചെയ്ത് തിരിച്ചു വന്നാൽ തീർച്ചയായിട്ടും ആ വാഹനം റിട്ടേൺ എടുക്കുന്നതാണ്. നിങ്ങൾക്ക് അതിനുള്ള പരിഹാരം നമ്മൾ ചെയ്തു തരുന്നതാണ്. ഇപ്പോൾ നമ്മൾ റീ രജിസ്ട്രേഷൻ വാഹനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ഒരുപാട് ആളുകൾക്ക് അറിയാം NOC കാര്യങ്ങളൊക്കെ ഓരോ RTO ഓഫീസ് മുഖാന്തരം ചിലപ്പോൾ സമയമെടുക്കാൻ സാധ്യതയുണ്ട്. ചിലത് പെട്ടെന്ന് കിട്ടും. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളല്ലാത്ത എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും നമ്മൾ ഏൽക്കും. ഇതുവരെ നമുക്ക് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന വാഹനങ്ങളിൽ 70% പ്രീമിയം കാറും ഒറിജിനൽ കേരള വാഹനങ്ങളാണ്. റീ രജിസ്ട്രേഷൻ വാഹനങ്ങളും നമ്മൾ വാഹനങ്ങൾ ചെയ്യാറുണ്ട്. ഇന്നോവ ക്രിസ്റ്റൊക്കെ നമ്മൾ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് റീ രജിസ്ട്രേഷൻ വാഹനങ്ങളാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിൽ പ്രൈസിൽ ഒരുപാട് വ്യത്യാസം നമുക്ക് പ്രൈസിൽ കാണാൻ കഴിയും. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് വരും വീഡിയോസിൽ നമ്മൾ വരും. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ എത്രത്തോളം നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്താൻ കഴിയും അതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തും. കാരണം നമ്മൾ വിശ്വസിച്ച് നമ്മളെ കൂടെ കൂടിയ ആളുകളാണ് നിങ്ങൾ, ഈ വ്യൂവേഴ്സും നമ്മുടെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ഫോളോവേഴ്സും. അപ്പോൾ അവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളുമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ട് വരും. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈ ഉദാഹരണത്തിന് 2012 മോഡൽ മെർസിഡസ് ബെൻസിൻ്റെ C ക്ലാസ്സിൽ 250 എന്ന് പറയുന്ന വേരിയൻ്റ് വാഹനമാണ് ഈ ഒരു വാഹനം. ഇത് ഒറിജിനൽ കേരള വാഹനമാണ്. ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് 11,75,000 രൂപക്കാണ് നമ്മൾ ഈ ഒരു വാഹനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നേരെ റീ രജിസ്ട്രേഷൻക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഓൾറെഡി റീ രജിസ്ട്രേഷൻ ആയ വാഹനമാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം 2-3 ലക്ഷം രൂപേൻ്റെ മാറ്റം വരും. ഏകദേശം 10 ലക്ഷം രൂപേൻ്റെ അകത്തായിട്ട് നമുക്ക് ഈ വാഹനം വാങ്ങിക്കാൻ കിട്ടും. ഇത് നേരെ അവിടുത്തെ രജിസ്ട്രേഷനിൽ, അതിൽ മഹാരാഷ്ട്ര, ബോംബെ, ഡൽഹി എന്നുള്ള രജിസ്ട്രേഷനിൽ തന്നെ ഈ വാഹനം പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 ലക്ഷം രൂപേൻ്റെ വ്യത്യാസം വരും. 7-7.5 ലക്ഷം രൂപക്കൊക്കെ ഈ വാഹനം വാങ്ങിക്കാൻ പറ്റും.
ഇത് കേരള രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഇതിന് ലൈഫ് ടാക്സ് കാര്യങ്ങളൊക്കെ അടക്കേണ്ടി വരും റീ രജിസ്ട്രേഷൻ വാഹനങ്ങൾക്ക്. ഇത് ഒറിജിനൽ കേരള വാഹനമാണ്. ഇത് നമ്മുടെ നെയിം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ 500 മുതൽ 800 രൂപേൻ്റെ ഉള്ളിലേ നമുക്ക് ചിലവ് വരുള്ളൂ. ഇത് ഒറിജിനൽ കേരള വാഹനം ആയതുകൊണ്ടാണ്. പുറം രജിസ്ട്രേഷൻ ആണെങ്കിൽ നമുക്കിവിടെ ലൈഫ് ടാക്സ് കേരള ടാക്സ് അടച്ചിട്ടേ നമ്മൾ പേരിലോട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ ഒരു 11 ലക്ഷം അല്ലെങ്കിൽ 11,75,000 രൂപ എന്ന് പറയുമ്പോൾ ഒരു പ്രീമിയം കാറിൽ സൺറൂഫ് എല്ലാവിധ സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മെർസിഡീസ് ബെൻസിൻ്റെ ഈ ഒരു ബ്രാൻഡിൻ്റെ വാഹനം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതൊരു 2018, 2019, 2020 വാഹനമൊക്കെ വരുമ്പോൾ 40 ലക്ഷം 45 ലക്ഷം രൂപയൊക്കെ ഇതിന് പ്രൈസ് വരും. അത്തരത്തിലെടുക്കുന്ന ആളുകൾക്ക് മോഡൽ കൂടിയ വാഹനം വേണ്ട ആവശ്യക്കാരുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളുമായി കോൺടാക്ട് ചെയ്യാൻ. നമ്മൾ അത്തരത്തിലുള്ള വാഹനങ്ങളും നമ്മൾ സെയിൽ ചെയ്യാറും വിൽക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളെ കയ്യിൽ സ്റ്റോക്കുള്ളത് 2014 മോഡൽ GL 350 ഉണ്ട്. ആ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1 കോടി രൂപയോളം ഇപ്പോൾ വില ഓൺ റോഡ് പ്രൈസ് വരുന്ന വാഹനം. ഈ ഒരു വാഹനത്തിന് തന്നെ അന്ന് ഓൺ റോഡ് ഏകദേശം എനിക്ക് അറിയാൻ കഴിഞ്ഞത് 75 മുതൽ 80 ലക്ഷം രൂപയോളം വില വന്നിരുന്ന വാഹനം. അതേ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിൽ തന്നെയാണ് ഇപ്പോൾ ഒരു വാഹനം നിലവിലുള്ളത്. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല, മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നുമില്ല. കമ്പനി ജെന്യൂൻ ഹിസ്റ്ററി സർവീസ്, നോ റീപ്ലേസ് കാര്യങ്ങളൊക്കെ അല്ലേ. നല്ല ഒരു പുതിയൊരു വാഹനത്തിൻ്റെ ഫീൽ തന്നെ ഉള്ളൊരു വാഹനമാണ് ഈ GL 350. ഇത് 7 സീറ്റ് വാഹനമാണ്, V6 ഇഞ്ചനാണ്, ഒട്ടനവധി ഫീച്ചേഴ്സ് ഓപ്ഷൻസൊക്കെ വരുന്നൊരു ഗാംഭീര്യമുള്ളൊരു വാഹനമാണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് 35 ലക്ഷം രൂപക്ക് GL 350 നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. അതായത് ഒരു ഫോർച്യൂണർ അല്ലെങ്കിൽ ഇന്നോവ ക്രിസ്റ്റൻ്റെ ഒക്കെ പ്രൈസിൽ ഇത്രയും ബ്രാൻഡ് വാല്യൂ ഇല്ല, അല്ലെങ്കിൽ ഇത്രയും സേഫ്റ്റി ഫീച്ചേഴ്സ് ഇല്ല, അല്ലെങ്കിൽ ഇത്രയും കോടികൾ വില വരുന്നൊരു വാഹനമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിലക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്. അതേപോലെ തന്നെ നമുക്ക് BMW 5 സീരീസ്, ഇപ്പോൾ Audi A4ഉം ബെൻസ് C ക്ലാസ്സൊക്കെ ഒരേ ഒരു ലെവലിൽ വരുന്ന വാഹനങ്ങളാണ്. BMW വരുമ്പോൾ 3 സീരീസ്, ബെൻസിൽ വരുമ്പോൾ C ക്ലാസ്, Audiയിൽ വരുമ്പോൾ A4. ഇനി നേരെ ഇപ്പോൾ Audiയിൽ A6 ഉണ്ട്, മെർസിഡീസ് ബെൻസിൻ്റെ E ക്ലാസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് BMWയിലോട്ട് വരുമ്പോൾ 5 സീരീസ് ഉണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ ബ്രാൻഡ് വാഹനത്തിലും താരതമ്യപ്പെടുത്തിയിട്ടുള്ള വ്യത്യാസങ്ങൾ വരുന്ന വാഹനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വരും വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഈ ഒരു GL 350ൻ്റെ പ്രൈസ് നമ്മൾ പറഞ്ഞു 35 ലക്ഷം രൂപയാണ്. ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. ഒറിജിനൽ കേരള വാഹനമാണ്. കിലോമീറ്റർ ഓടിയിട്ടുള്ളത് 1,10,000 കിലോമീറ്ററാണ്. ഇത്തരത്തിലുള്ള വാഹനങ്ങൾ എടുക്കുമ്പോൾ, ഈ പ്രീമിയം കാറൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് ആളുകൾക്കുള്ള ഡൗട്ട് ഇതിൻ്റെ മെയിൻ്റനൻസ്, റീസെയിൽ മാർക്കറ്റ്, റീസെയിൽ വാല്യൂ, ഇത്തരത്തിലുള്ള സംശയങ്ങളാണ്. ഇപ്പോൾ ഈ ഒരു വാഹനം വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ 1-2 വർഷം ഉപയോഗിച്ച് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ഈ വാഹനത്തിൽ ഒരുപാട് പൈസ നമുക്ക് നഷ്ടം വരുമോ, അല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ്റനൻസ് വന്നാൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാതെ വരുമോ, അത്രത്തോളം മെയിൻ്റനൻസ് വരുമോ, ഇൻഷുറൻസ് ഒരുപാട് വരുമോ എന്നുള്ളൊക്കെ ഭയത്തിലാണ് ഒരുപാട് ആളുകൾ മാറി നിൽക്കുന്നത്. ഇപ്പോൾ പ്രീമിയം കാറുകൾ എടുക്കാൻ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ പറയും, നമ്മളെല്ലാവർക്കും ഇത് അറിയാലോ, പ്രീമിയം കാറിനെ പറ്റിയൊക്കെ നമ്മൾ അധികം ആരോടും പറയേണ്ട, ഇതിനെപ്പറ്റിയൊക്കെ എല്ലാവരും അറിയും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് കമൻറ്റ് വരും. അതൊന്നും നമ്മൾ നോക്കുന്നില്ല. ഇതറിയാൻ ആഗ്രഹമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ചാനലിലുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് ഉദാഹരണത്തിന് ഈ C ക്ലാസ്സിൽ തന്നെ തുടങ്ങാം. C ക്ലാസ്സിൻ്റെ ഏകദേശം മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് 15,000 കിലോമീറ്റർ ഓടുമ്പോഴാണ് ഇതിൻ്റെ നോർമൽ സർവീസ് വരുന്നത്. 15,000 കിലോമീറ്റർ ഓടുമ്പോൾ ഇതിൻ്റെ നോർമൽ സർവീസ് നമ്മൾ ചെയ്യുമ്പോൾ ഓയിൽ സർവീസ്, അതേപോലെ ഇതിൻ്റെ ഫിൽറ്ററുകൾ കാര്യങ്ങൾ, നോർമൽ സർവീസിന് നമ്മൾ 15,000 രൂപയുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഇതിന് നമുക്ക് സിന്തറ്റിക് ഓയിലാണ് വരിക. ഈ സിന്തറ്റിക് ഓയിൽ തന്നെ 2-3 ഐറ്റങ്ങളുണ്ട്, 2-3 ഐറ്റം ഉണ്ട്. അതിൽ 15,000 മുതൽ 20,000 രൂപ ഉണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് പുറത്ത് ഗ്യാരേജിൽ നിന്ന് നമുക്കിത് സർവീസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. 15,000 കിലോമീറ്റർ ഓടുമ്പോഴാണ് ഇത് സർവീസ് വരുന്നത്. ഇപ്പോൾ നമുക്ക് നോർമൽ നമ്മുടെ വാഹനങ്ങൾ സ്വിഫ്റ്റ്, അതേപോലത്തെ ഭാരതിൻ്റെ ടൊയോട്ടൻ്റെ വാഹനങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചറിയാം 8,000 മുതൽ 10,000 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമ്മൾ നോർമൽ സർവീസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു വാഹനം നേരെ ഇരട്ടി ഓടുമ്പോഴാണ് നമുക്ക് ഈ സർവീസ് വരുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് വരുന്നത്. ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് പിന്നെ കൂടുതലായിട്ട് നമുക്ക് വരിക ഇതിൻ്റെ സസ്പെൻഷൻ്റെ വർക്ക്, ഷോക്ക് ആബ്സർ, അതേപോലെ മേജർ കംപ്ലൈൻറ്റുകൾ വരുമ്പോഴാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കാണാം. കാരണം 35 ലക്ഷം രൂപയോളം ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നൊരു വാഹനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ഇത് 12 ലക്ഷം രൂപയുള്ളെങ്കിലും വില, ഈ 35 ലക്ഷം രൂപക്ക് കമ്പനി പുറത്തിറക്കിയ വാഹനത്തിൻ്റെ അതേ പാർട്സുകളും അതേ സേഫ്റ്റി അല്ലെങ്കിൽ അതേ യാത്രാസുഖവും നമുക്ക് ഇപ്പോഴും ഈ ഒരു വാഹനം തരുമ്പോൾ അതിൻ്റേതായ മെയിൻ്റനൻസ് കോസ്റ്റ് വരും. പിന്നെ ഇതിന് ഒരുപാട് ആളുകൾക്ക് ഭയമുണ്ട്, കാരണം ലക്ഷങ്ങൾ മെയിൻ്റനൻസ് കോസ്റ്റ് വരുമോ കാര്യങ്ങളൊക്കെ. അത്തരത്തിലൊന്നും ഒരിക്കലുമില്ല. ഇത് ഏതൊരാൾക്കും ഉപയോഗിക്കാൻ പറ്റും. കാരണം സസ്പെൻഷന് കാര്യങ്ങളൊക്കെ വർക്ക് വരുമ്പോൾ ഇപ്പോൾ നോർമൽ വാഹനങ്ങൾക്ക് 10,000 വരുന്ന സമയത്ത് ഇതിന് 15,000 20,000 വരും, ഇരട്ടി വരും.
അതായത് 15,000 രൂപ നമ്മൾ ചിലവാക്കുന്ന സമയത്ത് ചിലപ്പോൾ 25,000 രൂപ നമ്മൾ ചിലവാക്കേണ്ടി വരും. അതായത് സ്വിഫ്റ്റ്, റിറ്റ്സ് അത്തരത്തിലുള്ള വാഹനങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി നോക്കുമ്പോഴാണ്. പക്ഷേ നമ്മളൊരു സ്വിഫ്റ്റ് ഉപയോഗിക്കുന്നതും മെർസസ് ബെൻസ് ഉപയോഗിക്കുന്നതും രണ്ടും രണ്ടാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. കാരണം ഈ ഒരു വാഹനത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം 12 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി നിങ്ങൾക്ക് കിട്ടുന്ന ഏകദേശം 20 ലക്ഷം രൂപയോളം ഇത് 8 വർഷം അല്ലെങ്കിൽ ഒരു 9 വർഷം ഈ വാഹനം ഉപയോഗിച്ചപ്പോഴേക്കും 20 ലക്ഷം രൂപയോളം നിങ്ങൾക്ക് ഡിസ്കൗണ്ടിലാണ് നിങ്ങൾ ഈ വാഹനം വാങ്ങിക്കുന്നത്. പിന്നെ നമ്മളൊരു ചാനലിൽ മുന്നേ ഒരു കമൻറ്റിൽ കാണാനിടയായി, നിങ്ങൾ ഈ വാഹനം വാങ്ങിച്ചോളൂ, 1 ലക്ഷം രൂപ മെയിൻ്റനൻസിന് അക്കൗണ്ടിൽ മാറ്റി വെച്ചിട്ട് വാഹനം വാങ്ങിച്ചാൽ മതി. നമ്മൾ ഏതൊരു BMW പഴയ മോഡൽ BMW വീഡിയോ ചെയ്തപ്പോഴാണ് ആ കമൻറ്റ് കാണാനിടയായി. ആ കമൻറ്റിന് 100% ഞാൻ 100% മാർക്ക് കൊടുക്കുന്നു. കാരണം അയാൾ പറഞ്ഞത് സത്യമായ കാര്യമാണ്. കാരണം ഈ ഒരു വാഹനം നിങ്ങളൊരു 11.5 ലക്ഷം അല്ലെങ്കിൽ 11.25 ലക്ഷം രൂപ വാങ്ങിക്കുമ്പോൾ ഈ വാഹനം നിങ്ങളൊരു 13 ലക്ഷം രൂപക്ക് വാങ്ങിച്ചതായിട്ട് ചിന്തിക്കൂ. ഒരു 1.25 ലക്ഷം രൂപ നിങ്ങൾ അക്കൗണ്ടിൽ മാറ്റി വെക്കൂ. നിങ്ങൾക്ക് 2 വർഷം അല്ലെങ്കിൽ 3 വർഷം ഉപയോഗിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള പൈസ അത് മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിന് 13 ലക്ഷം രൂപയെ വില വരുന്നുള്ളൂ. ഇനി ഇതിൻ്റെ റീസെയിൽ മാർക്കറ്റിലേക്ക് വരാം. ഇതിപ്പോൾ 1 വർഷം കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു 5 മാസം കഴിഞ്ഞാലും ഇതിനപ്പോഴും ഇതേ വില നമുക്ക് ചോദിക്കാൻ കഴിയും. കാരണം ഇതിൻ്റെ മാർക്കറ്റിൽ അത്രയും ഡിഫറൻസിലാണ് ഇപ്പോൾ തന്നെ നമ്മൾ ഈ വാഹനം പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇതൊരു 4-5 മാസം കഴിഞ്ഞിട്ട് ഈ ഒരു വാഹനം ഇതിൻ്റെ കസ്റ്റമർ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഷോറൂമിൽ പാർക്ക് ആൻഡ് സെയിലിന് ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ ഈ വാഹനത്തിന് വില ചോദിക്കുക 11,75,000 രൂപ തന്നെ ആവും. അത് ചോദിക്കാൻ പറ്റുന്നൊരു വാഹനം തന്നെയാണ്. കാരണം ഇത്രയും പ്രീമിയം വാഹനങ്ങളാകുമ്പോൾ ഇത്രയും റീസെയിലിൽ ഇത്രയും ഒരു പ്രൈസിന് വാങ്ങിക്കഴിഞ്ഞാൽ റീസെയിൽ മാർക്കറ്റിൽ വലിയൊരു ഡിഫറൻസ് വരില്ല. പിന്നെ നിങ്ങളൊരു വാഹനം വാങ്ങിച്ചിട്ട് 4-5 മാസം ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് സെയിൽ ചെയ്ത് നിങ്ങൾ പൈസ റിലീസാക്കണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് 2-3 ലക്ഷം രൂപ കുറച്ച് ഡീലർമാർ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ പർച്ചേസ് ചെയ്യുക. അത് ഏതൊരു വാഹനമാണെങ്കിലും നമ്മൾ ഉപയോഗിക്കാൻ വാങ്ങിച്ചൊരു വാഹനമാകുമ്പോൾ അതിൻ്റേതായ മാർക്കറ്റ് വാല്യൂവിൽ കമ്മി വരുത്തിയിട്ട് തന്നെ ഉള്ളൂ നമുക്ക് സെയിൽ ചെയ്യാൻ കഴിയുള്ളൂ. അതല്ല നിങ്ങൾക്ക് സമയമെടുത്ത് പാർക്ക് ആൻഡ് സെയിലൊക്കെ നിർത്തി കസ്റ്റമർക്ക് കൊടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്കാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ഡിഫറൻസ് പ്രൈസിൽ വരാതെ തന്നെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ കഴിയും. ഇനി ചെറിയൊരു ഉദാഹരണം കൂടി GL 350യിലുമാണ് നമ്മൾ പറയാം. ഏകദേശം 35 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ഈ വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതൊരു 1 വർഷം കഴിഞ്ഞോട്ടെ അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞോട്ടെ ഇതിൻ്റെ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള വ്യത്യാസം വരാൻ സാധ്യതയില്ല. ഇനി ഇതെടുക്കുന്ന ആൾ നേരെ ഇപ്പോൾ ഒരു 80 ലക്ഷം രൂപയ്ക്ക് 2 വർഷം പഴക്കമുള്ളൊരു വാഹനം വാങ്ങിച്ചാൽ അയാൾ മാർക്കറ്റിൽ ഡിപ്രിസിയേഷൻ വരിക എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ഡിപ്രിസിയേഷൻ വരും. കാരണം 80 ലക്ഷം രൂപേൻ്റെ വാഹനം 2 വർഷം കഴിയുമ്പോൾ 20-25 ലക്ഷം രൂപ കുറയാൻ സാധ്യതയുണ്ട്. പുതിയൊരു വാഹനം വാങ്ങിച്ച ആൾക്ക് 30% മുതൽ 40% വരെ ഈ വാഹനത്തിൽ റീസെയിൽ മാർക്കറ്റിൽ കമ്മി വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള വാഹനത്തിൽ ഏറിപ്പോയാൽ ഒരു 4-5 ലക്ഷം രൂപേൻ്റെ മാർക്കറ്റ് ഡിഫറൻസേ വരാൻ സാധ്യതയുള്ളൂ. അതായത് യൂസ്ഡ് കാറുകൾ വാങ്ങിക്കുന്ന ആളുകൾക്കില്ലേ റീസെയിൽ മാർക്കറ്റിൻ്റെ ബെനിഫിറ്റാണ് ഞാൻ പറഞ്ഞു വന്നത്. കാരണം വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരില്ല. പക്ഷേ നിങ്ങൾ യൂസ്ഡ് കാർ വാങ്ങിക്കുമ്പോൾ അതിൻ്റേതായ അഡ്ജസ്റ്റ്മെൻറ്റ് വാഹനത്തിൽ വരുത്തേണ്ടി വരും. ഇപ്പോൾ ഒരു പുതിയ വാഹനം വാങ്ങിക്കുന്ന ഒരാൾ ഒരിക്കലും പുതിയ വാഹനത്തിൽ വാങ്ങിക്കാനുള്ള മൈൻഡ് സെറ്റോടെ ഇറങ്ങിയ ഒരാൾ യൂസ്ഡ് കാർക്ക് വരരുത്. കാരണം ഇത് വേറൊരാൾ ഉപയോഗിച്ച വാഹനമാവും. അത് ചിലപ്പോൾ ബമ്പർ സ്ക്രാച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പെയിൻറ്റ് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ചെറിയ രീതിയിലുള്ള മൈന്യൂട്ട് പ്രശ്നങ്ങൾ യൂസ്ഡ് കാറിൽ എന്തായാലും ഉണ്ടാവും. പക്ഷെ അത്തരത്തിലുള്ള യൂസ്ഡ് കാർ എടുക്കുന്ന ആളുകൾക്ക് ഒരുപാട് ബെനിഫിറ്റും ഉണ്ട്. അതേപോലെ ഇതിൻ്റെ പുതിയ വാഹനം എടുക്കാൻ മൈൻഡ് സെറ്റാക്കിയ ഒരാൾക്ക് പറ്റുന്ന ഒരു വാഹനങ്ങളും അല്ല. കാരണം പുതിയ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ പുതിയ വാഹനം തന്നെ എടുക്കണം. അവരാ പുതിയ വാഹനം എടുത്ത് അവർക്ക് അതിൻ്റേതായ പർപ്പസും കാര്യങ്ങളും യാത്രകളും ഉണ്ടാകുമ്പോൾ അവർ 2-3 വർഷം ഉപയോഗിച്ച് അത്തരത്തിൽ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പർപ്പസിനനുസരിച്ച് അത് ഏറ്റവും ബെറ്ററാണ്. ഞാൻ പറഞ്ഞു വരുന്നത് യൂസ്ഡ് കാറിന് എടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അതിൻ്റെ മാർക്കറ്റ് ഡിഫറൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നത്. പിന്നെ നമ്മൾ നേരെ വിൻറ്റേജ് ഇനത്തിൻ്റെ വാഹനത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിൻറ്റേജ് ഇനം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു അംബാസഡർ വാങ്ങിച്ചിട്ടുണ്ട്. 1970-71 മോഡൽ വാഹനം, ഏകദേശം 50 വർഷത്തോളം പഴക്കമുള്ളൊരു വാഹനം ഇപ്പോൾ നമ്മൾ അംബാസഡർ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ വരും ദിവസത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഈ അംബാസഡർ പോലെ അല്ലെങ്കിൽ ഈ DI ജീപ്പ് പോലെ അല്ലെങ്കിൽ പഴയ മോഡൽ വാഹനങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ ഒരു വൻ പ്രൈസുകളൊക്കെയാണ് ഓരോരുത്തർ വിൻറ്റേജ് വാഹനങ്ങൾക്ക് വലിയ രീതിയിലുള്ള വിലകളാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഓരോ വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ റീസെയിൽ മാർക്കറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞ് നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത കമ്മിയാണ്. പക്ഷെ പെട്ടെന്ന് നമുക്ക് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നടക്കില്ല. ഇതിന് ആഗ്രഹമുള്ള പിന്നെ ഒരു മോഹവില കിട്ടുന്ന ഒരാളുകൾ വരുമ്പോഴേ നമുക്ക് ഇത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു വാഹനം ഇപ്പോൾ ഓരോ വാഹനം എടുക്കുമ്പോഴും അതിൻ്റേതായ പർപ്പസ് നമ്മൾ ഉദ്ദേശിച്ച് ആ പർപ്പസ് നമ്മൾ മുന്നിൽ കണ്ട് മാത്രം എടുക്കണം. ഇപ്പോൾ നമ്മളൊരു ഇന്നോവ ഉപയോഗിക്കേണ്ട ആൾ ഇന്നോവ ഒരു
ഇപ്പോൾ ഉദാഹരണത്തിന് പറയട്ടെ, നമ്മളൊരു ഇന്നോവ എടുത്ത് ഉപയോഗിക്കേണ്ട ഒരു ഫാമിലി 7 ആൾക്ക് 8 ആൾക്ക് പോകാൻ വേണ്ടി ഒരു ഇന്നോവ എടുക്കേണ്ട ഒരാൾ നേരെ വന്ന് GL350 എടുത്ത് കഴിഞ്ഞാൽ അത് രണ്ടും മാച്ച് ആവില്ല. അതായത് GL350 എടുക്കാണ്ട് മൈൻഡ് സെറ്റിൽ വന്ന് അത്രയും ഒരു പ്രൗഡിയിൽ ഉപയോഗിക്കേണ്ട ഒരാൾ വന്ന് ഇന്നോവ എടുക്കുമ്പോൾ അയാൾക്കും ആ മൈൻഡ് സെറ്റ് ആവില്ല. ഓരോ ആളുകൾ വാങ്ങുമ്പോഴും അതിൻ്റേതായ പർപ്പസ് ഇല്ല, അതിൻ്റേതായ കപ്പാസിറ്റി ഉള്ള ആളുകൾ അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് വാഹനം വാങ്ങിക്കുമ്പോൾ യാതൊരുവിധ വിഷയങ്ങളും വരില്ല. ഈ ഒരു മെയിൻ്റനൻസ് വരും, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഡിഫറൻസ് വരും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പെട്ട് നിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൽ പെട്ടുപോയ ആളുകൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു വാഹനം വാങ്ങിച്ച് പെട്ടുപോയ ആൾ എന്ന് പറയുന്നത് അവരുടെ പർപ്പസ് എന്താണോ അത് നോക്കാതെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ അവരുടെ അപ്പത്തെ ഒരു എടുത്തുചാട്ടത്തിൻ്റെ പുറത്ത് ഓരോ വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ നമ്മളെ അടുത്ത് വരുന്ന കസ്റ്റമറോട് നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ജോലി എന്താണ്, നിങ്ങളുടെ പർപ്പസ് എന്താണ്, നിങ്ങളുടെ ആവശ്യം എന്താണ്. ചില ആളുകൾ പ്രീമിയം കാറുകൾ വാങ്ങിക്കുമ്പോൾ അവർ പറയും അവർക്ക് സെക്കൻഡ് കാറോ അല്ലെങ്കിൽ തേർഡ് കാറൊക്കെ ആയിട്ടാണ് പ്രീമിയം കാർ വാങ്ങാറ്. ഇപ്പോൾ അവർക്ക് ഇന്നോവ ഉണ്ടാവും, സ്വിഫ്റ്റ് ഉണ്ടാവും, മൈലേജ് ഇല്ല ഓട്ടത്തിന് അവർക്ക് വണ്ടി ഉണ്ടാവും, ലോങ് ഡ്രൈവിന് വേറെ വണ്ടി ഉണ്ടാവും. ഇത് നമുക്ക് വീട്ടിൽ ഫങ്ഷൻസ് കാര്യങ്ങളിലൊക്കെ പോകാൻ, ഒരു പ്രൗഡിയിൽ അല്ലെങ്കിൽ ഒരു ലക്ഷറിയിൽ സഞ്ചരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഒരു മോഡൽ കുറഞ്ഞ പ്രീമിയം കാർ വാങ്ങുന്നതിൽ യാതൊരു തടസ്സമില്ല. ഇനി ലോങ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ എല്ലാ ആളുകൾക്ക് ഇതേപോലെ 2014, 12, 13, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇനി 2015 മോഡൽ Audi Q5 നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ആ വാഹനം വരുന്നുണ്ട്. അത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇത്തരത്തിലുള്ള വാഹനങ്ങളുടെയൊക്കെ പ്രൈസ് നിലവാരം വരെ ഓണർഷിപ്പ്, കിലോമീറ്റർ, ഇതിൻ്റെ മോഡൽ, ഇതിൻ്റെ കണ്ടീഷന്, ഒറിജിനൽ കേരള വണ്ടിക്ക് ഒരു മാർക്കറ്റാണ്, റീ രജിസ്ട്രേഷൻ ഒരു മാർക്കറ്റാണ്. ഇനി ഒരുപാട് ആളുകൾക്ക് സംശയം ഉണ്ടാവാറ് റീ രജിസ്ട്രേഷൻ എന്തുകൊണ്ടാണ് മാർക്കറ്റ് കമ്മി വരുന്നത്, വാഹനത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ള ഡൗട്ടുകളൊക്കെ വരാറുണ്ട്. നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നത്, ഈ വീഡിയോ ആവശ്യമുള്ള ആളുകൾ കാണും. കാരണം ഇത് ചിലപ്പോൾ ലോങ് ആവും വീഡിയോ. നമുക്ക് ഒരുപാട് ഡൗട്ടുകൾ, സംശയങ്ങൾ, വാട്സപ്പ് കോള് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ. ഇതിൻ്റെ മാർക്കറ്റ് ഡിഫറൻസ് വരാനുള്ള സാധ്യത ഇപ്പോൾ ബോംബെ, ഡൽഹി എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ഇപ്പോൾ നമ്മളവിടെ ഉദാഹരണത്തിന് ഇപ്പോൾ 2022 ഒരു 100 ബെൻസ് നമ്മളെ കേരളത്തിൽ ഇറങ്ങുമ്പോൾ മഹാരാഷ്ട്രയിൽ നേരെ 1000 ബെൻസ് ഇറങ്ങുന്നുണ്ട്, ഡൽഹിയിൽ നേരെ 1500 ബെൻസ് ഇറങ്ങുന്നുണ്ട്. അത്രയും വാഹനങ്ങൾ അവിടെ ഉണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാരണമാണ് അവിടുന്ന് നമുക്ക് വില കുറച്ച് വാഹനം കിട്ടാൻ. പിന്നെ അവിടുന്ന് ഇന്നോവ ക്രിസ്റ്റ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ വില കുറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളിവിടെ 24 ലക്ഷം രൂപയ്ക്ക് വാങ്ങുന്ന ഇന്നോവ ക്രിസ്റ്റ അവരവിടെ ടാക്സിയിൽ രജിസ്റ്റർ ചെയ്ത് അന്ന് ടാക്സ് അടക്കാതെ 20-21 ലക്ഷം രൂപയ്ക്ക് വിലക്ക് പർച്ചേസ് ചെയ്ത് ടാക്സി രജിസ്ട്രേഷനിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഇവിടെയാണ് നമ്മൾ ലൈഫ് ടാക്സ് കിട്ടുന്നത്. അപ്പോൾ അവർ ആ ഡിസ്കൗണ്ടും കാര്യങ്ങളും അവർക്ക് കിട്ടിയ പ്രൈസിൻ്റെ ഡിപ്രിസിയേഷൻ കണക്കൂട്ടിയിട്ടാണ് അവിടുന്ന് വാഹനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ വില കുറച്ച് കിട്ടുന്നത്. അല്ലാതെ വാഹനത്തിൽ യാതൊരുവിധ വ്യത്യാസമില്ല. അത് ഇന്ത്യയിൽ നിന്നല്ല, ഏത് രാജ്യത്ത് നോക്കുകയാണെങ്കിലും പുറം രാജ്യങ്ങളിൽ പോകുമ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഇന്ത്യ രാജ്യത്തെ എല്ലാ വാഹനങ്ങളും ഒരേപോലെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് റീ രജിസ്ട്രേഷൻ പ്രീമിയം കാറുകളൊക്കെ എടുത്താലും, നമ്മൾ കേരള വാഹനം എടുത്താലും, ആ വാഹനത്തിൻ്റെ ആരാണോ ഉപയോഗിച്ചത്, ഏത് രീതിയിലാണോ ഉപയോഗിച്ചത്, ആ രീതിക്ക് അനുസരിച്ചിരിക്കും ആ വാഹനത്തിൻ്റെ ഒരു കണ്ടീഷൻ. പിന്നെ നമ്മൾ എവിടെ നിന്നാണെങ്കിലും, കേരളത്തിൽ നിന്നാണെങ്കിലും പുറം സംസ്ഥാനങ്ങളിൽ നിന്നാണെങ്കിലും വാഹനം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ്, റീപ്ലേസ്, ആക്സിഡൻറ്റ്, ഫ്ലഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വാങ്ങണം. അപ്പോഴാണ് ആ വാഹനത്തിനെ പറ്റി നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനും, നമ്മൾ വാങ്ങിക്കുന്ന, നമ്മളെ കൊടുക്കുന്ന പൈസയ്ക്കുള്ള വാല്യൂ അല്ലെങ്കിൽ അതിനുള്ള വാഹനമാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക. നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ആളുകൾക്ക് മേജർ ആക്സിഡൻറ്റ്, ഫ്ലഡ്, കിലോമീറ്റർ, അതേപോലെയുള്ള ഗ്യാരണ്ടി, ഡോക്യുമെൻ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും. നമ്മൾ അറിയാതെ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് എത്ര രീതിയിലുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ അതിനുള്ള പരിഹാരം നമ്മൾ കാണും. പിന്നെ ചെറിയ രീതിയിൽ ഇപ്പോൾ ഒരു പ്രീമിയം കാർ എടുത്ത് ഒരു 10-20 ദിവസം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു ഷോക്ക് അബ്സറിൻ്റെ അടി അല്ലെങ്കിൽ സസ്പെൻഷൻ്റെ അടി മെക്കാനിക്കൽ വർക്ക് വന്ന് അതൊക്കെ നമ്മൾ എടുക്കുന്ന ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് കൊടുക്കാറ്. കാരണം ഗ്യാരണ്ടി വാറണ്ടി നമ്മൾ കൊടുക്കുന്ന വാഹനത്തിന്, ഇപ്പോൾ ഉദാഹരണത്തിന് GL350ക്ക് നിങ്ങൾക്കൊരു വാറണ്ടി അല്ലെങ്കിൽ 6 മാസത്തെ വാറണ്ടിയിലൊക്കെ ഈ വാഹനം തരുമ്പോൾ ഏകദേശം ഒരു 38-39 ലക്ഷം രൂപ പ്രൈസ് ഇട്ട് എനിക്ക് നിങ്ങൾക്ക് വാറണ്ടിയിൽ തരുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഒരു 6 മാസം ഈ ഒരു വാഹനം നിൽക്കാതെ ഉപയോഗിച്ചാൽ ഈ ഒരു വാഹനത്തിൽ നിലവിലുള്ള കണ്ടീഷനോട് കൂടി നമ്മൾ നോക്കുമ്പോൾ യാതൊരുവിധ കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയില്ല. ഇനി വന്നാലും ഒരു 50,000-1 ലക്ഷം രൂപേൻ്റെ സർവീസേ വരാൻ സാധ്യതയുള്ളൂ. എന്നാലും നമുക്ക് 2-3 ലക്ഷം രൂപ നമുക്ക് ബാലൻസ് ആയിട്ട് നമ്മളെ കയ്യിലുണ്ടാവും. അത്രത്തോളം പ്രൈസ് കൂട്ടി വാറണ്ടി കൊടുക്കുക. അല്ലെങ്കിൽ മോഡൽ കൂടിയ വാഹനമാണെങ്കിൽ, ഇപ്പോൾ 2018, 19, 20 മോഡൽ വാഹനമാണെന്നുണ്ടെങ്കിൽ ഷോറൂം ചെയ്യുന്നത് പോലെ തന്നെ നമുക്കും വാറണ്ടി ചെയ്യാം. കാരണം
അത്തരത്തിൽ മോഡൽ കൂടിയ വാഹനത്തിൽ കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതകൾ കാര്യങ്ങളൊക്കെ വളരെയധികം കമ്മിയാണ്. ഇപ്പോൾ ഇത്തരത്തിലുള്ള വാഹനത്തിലും കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത കമ്മിയാണ്. ഇതും നമുക്ക് വാറണ്ടിയിലും ഗ്യാരണ്ടിയിലും ഒക്കെ കൊടുക്കാൻ കഴിയും. നമുക്ക് പിന്നെ സഫാരിൻ്റെ ഓട്ടോമോട്ടീവ് കാര്യങ്ങൾ, പിന്നെ ഗ്യാരേജ്, മെക്കാനിക് വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ പുതുതായി തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ പെയിൻറ്റിങ് ഷോപ്പ്, അതേപോലെ ഡെൻറ്റിങ് വർക്ക്, സർവീസ് സെൻറ്റർ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മെക്കാനിക്കൽ സെക്ഷൻ കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഉദ്ദേശമുണ്ട്. അവിടെ ഒരുപാട് അപ്ഡേഷൻസ് നമ്മൾ വരുത്താണ്ട്. നമ്മൾ ഇപ്പോൾ ഓട്ടോമോട്ടീവിൻ്റെ സ്ഥാപനം ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ, ഏകദേശം ഒരു 6 മാസം ആവുന്നുള്ളൂ. അതിൽ നമ്മൾ ഒരുപാട് അപ്ഡേഷൻസ് വരുത്തുന്നുണ്ട്. അതൊക്കെ നിങ്ങളുമായി പങ്കുവെക്കും. ഇനി നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഇപ്പോൾ ഇവിടെ ഉള്ള വാഹനത്തിൻ്റെ വിലയും ഡീറ്റെയിൽസൊക്കെ നിങ്ങളുമായി പങ്കുവെക്കാം. ഇപ്പോൾ ഒരു Audi A4 2012 മോഡൽ ഒറിജിനൽ കേരള വാഹനമാണ്. ഇതിലും മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. ഇതും ഡീസൽ എഞ്ചിനാണ്. ഇപ്പോൾ നമ്മൾ കാണിച്ച C ക്ലാസും ഡീസൽ എഞ്ചിനാണ്. മെർസിഡസ് ബെൻസിൽ ഏറ്റവും മൈലേജ് കൂടുതലും മെയിൻ്റനൻസ് കമ്മിയുള്ള ഒരു മോഡലാണ് C ക്ലാസ്. C ക്ലാസ്സിൽ 220 ഉണ്ട്, 250 ഉണ്ട്, അതേപോലെ 200 ഉണ്ട്. ഒരുപാട് വ്യത്യസ്ത വേരിയൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ അനുസരിച്ച് അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ മാറി വരും. ഓരോ വാഹനത്തിലും വ്യത്യസ്ത ഫീച്ചേഴ്സും ഓപ്ഷൻസൊക്കെ ഉണ്ട്. അതിനൊക്കെ അനുസരിച്ച് അതിൻ്റെ വിലയും ഡീറ്റെയിൽസും ഒക്കെ മാറും. ഇപ്പോൾ ഈ ഒരു മെർസിഡസ് ബെൻസിൻ്റെ C250ക്ക് ഏകദേശം 15 കിലോമീറ്ററോളം മൈലേജ് ലഭിക്കുന്നുണ്ട് എന്ന് കമ്പനി പറയുന്നുണ്ടെങ്കിലും ഏകദേശം 10 to 12 കിലോമീറ്റർ നമുക്ക് എന്തായാലും ഈ ഒരു C ക്ലാസ് വാഹനത്തിന് നമുക്ക് മൈലേജ് ലഭിക്കും. അതേപോലെ തന്നെ Audi A4ന് നമുക്ക് മൈലേജ് ലഭിക്കും. ഇത് രണ്ടും ഡീസൽ എഞ്ചിൻ വാഹനങ്ങളാണ്. ഇത് 2012 മോഡൽ 11 ലക്ഷം രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതേപോലെ ഇവരോട് കടപിടിക്കുന്നൊരു മോഡലാണ് ഹോണ്ടൻ്റെ അക്കോഡ് എന്ന് പറയുന്ന മോഡൽ. ഇത് 2011 മോഡൽ വാഹനമാണ്. വിത്ത് സൺറൂഫ് വരുന്ന മോഡലാണ്. ഇതിന് ഏകദേശം ഇതിൻ്റെ കസ്റ്റമർ 85,000 രൂപ മുടക്കി അലൈവിയിൽ കോസ്റ്റ്ലി ടയർ കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്. ക്ലീൻ ആൻഡ് നീറ്റിലുള്ളൊരു വാഹനമാണ്. ഇത് ഡൽഹി രജിസ്ട്രേഷനിലുള്ള ഒരു വാഹനമാണ്. ഇതൊരു നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കസ്റ്റമർ നമ്മളിത് പാർക്ക് ആൻഡ് സെയിലിന് ഏൽപ്പിച്ച വാഹനമാണ്. അദ്ദേഹത്തിന് ഇതിന് ഏകദേശം നല്ല പ്രൈസ് വന്നിട്ടുണ്ട്. അദ്ദേഹം 2 വർഷം മുന്നേ ഈ ഒരു വാഹനം പർച്ചേസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ NOC എടുത്ത വാഹനമാണ്. ഇത്രത്തോളം ഇതിൻ്റെ പെയിൻറ്റിങ് ജോബ്, അതേപോലെ മെക്കാനിക്ക് കാര്യങ്ങൾ, ഒരു പുതിയൊരു വാഹനം എങ്ങനെയുണ്ടോ അതേ രീതിയിലുള്ള ഒരു വാഹനമാണ് ഈ ഹോണ്ട അക്കോഡ്. അപ്പോൾ അതിൻ്റേതായ പ്രൈസ് ലഭിച്ചാലേ അദ്ദേഹം ഈ വാഹനം സെയിൽ ചെയ്യുള്ളൂ. നമ്മൾ പാർക്ക് ആൻഡ് സെയിലിന് ഏൽപ്പിച്ചതാണ്. അത് കരുതി വലിയൊരു പ്രൈസ് ചോദിക്കൊന്നുമില്ല. അതിൻ്റേതായ ഒരു പ്രൈസിൽ തന്നെ ഈ ഒരു വാഹനം നമുക്ക് സെയിൽ ചെയ്യാൻ കഴിയും. ഈ ഹോണ്ട അക്കോഡിൽ പെട്രോൾ എഞ്ചിനാണ് വരിക. മൈലേജ് വളരെ ഷോർട്ടാവും. പക്ഷേ ഒരു ലക്ഷറി കാർ എന്ന് തന്നെ നമുക്ക് പറയാം. ബെൻസ്, BM ഒക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഹോണ്ട അക്കോഡ് നമുക്ക് ഉപയോഗിക്കാം. മെയിൻ്റനൻസ് വളരെ കമ്മിയുള്ളൊരു വാഹനമാണ്. ഹോണ്ടൻ്റെ വാഹനം നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ മെയിൻ്റനൻസ് വളരെ കമ്മിയാണ്. ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും ഒരു സ്പോർട്ടി ലുക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു വാഹനമാണ് ഹോണ്ട അക്കോഡ്. ഹോണ്ട അക്കോഡിനെ പറ്റി പറയാൻ ഇന്നിപ്പോൾ കേരളത്തിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഹോണ്ട സിവിക്ക്, ഹോണ്ട അക്കോഡൊക്കെ. ഹോണ്ട സിവിക്കൊക്കെ നമ്മൾ ഒരുപാട് വാഹനങ്ങൾ സെയിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചാനൽ, ഇൻസ്റ്റാഗ്രാമൊക്കെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹോണ്ട സിവിക്കൊക്കെ വരുന്നതിന് അപ്പുറത്ത് തന്നെ ആ വാഹനം സെയിലായി പോകാറുണ്ട്. ഈ ഒരു വാഹനം ഡൽഹി രജിസ്ട്രേഷനിലുള്ള വാഹനമാണ്. ഇത് NOC ഇപ്പോൾ കേരളത്തിൽ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത് ഇതിന് ഏകദേശം 2 ലക്ഷം രൂപയോളം ടാക്സ് വരാൻ സാധ്യതയുണ്ട്. 2 ലക്ഷം രൂപ ടാക്സ് അടച്ച് ഇത് കേരള രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങളെ പേരിൽ ട്രാൻസ്ഫർ ചെയ്ത് തരുമ്പോൾ 6,50,000 രൂപയാണ് ഇതിൻ്റെ കസ്റ്റമർ പ്രൈസ് ഉദ്ദേശിക്കുന്നത്. 85,000 രൂപേൻ്റെ ടയറും അലൈവിലും ഇതിൽ അഡീഷണലുണ്ട്. ചില ആളുകൾ പറയാറുണ്ട് പിന്നെ എക്സ്ട്രാ ഇട്ട അലൈവിൽ നിങ്ങൾ തന്നെ എടുത്തോളൂ, നമുക്ക് കമ്പനി അലൈവിൽ മതി. അങ്ങനെ പറയുന്നവർക്ക് വേണ്ടി ഈ ഒരു വാഹനം നമുക്ക് ആ ഒരു പ്രൈസ് ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഏകദേശം 75,000 അല്ലെങ്കിൽ 80,000 ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഇതിൻ്റെ കമ്പനി അലൈവിലും കമ്പനി ടയറും തരാനും നമ്മൾ തയ്യാറാണ്. ഇനി GL 350ൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു. 5 സീരീസിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോ 5 സീരീസ് എന്ന് പറയുമ്പോൾ 2011ഉം 2012ഉം മോഡലായിട്ട് 4 വാഹനങ്ങൾ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. പെട്രോൾ ഉണ്ട്, ഡീസലുണ്ട്. ഇതൊക്കെ നമ്മൾ വരും വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇപ്പോൾ നമുക്ക് പരിമിതി ഉണ്ട്. നമ്മുടെ ഷോറൂമിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾ കാണിക്കാം. പുതിയൊരു ഷോറൂമിൻ്റെ വർക്ക് നമുക്ക് നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ പുതിയൊരു ഷോറൂമിൻ്റെ വർക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു വിവരം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടുള്ള ഇഷ്ടം കൂടി നിങ്ങളോട് പറയുകയാണ്. ഈ ഒരു വിവരം നമ്മുടെ തൃശ്ശൂരിൽ നമ്മളൊരു സബ്സ്ക്രൈബർ വാഹനം വാങ്ങിക്കാൻ വന്നപ്പോൾ വെറുതെ അദ്ദേഹത്തോടൊന്ന് ചർച്ച ചെയ്തതാണ്.
അദ്ദേഹം വന്ന് ആ ഫ്ലോട്ടിൽ വന്ന് ആ ബിൽഡിങ്ങിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ആ പ്ലാനും വാങ്ങി അദ്ദേഹം പോവുകയും 15 ദിവസത്തിന് ശേഷം അയാൾ വന്ന് എനിക്കൊരു ആൽബം പോലെ നമ്മുടെ ഷോറൂം ഏത് രീതിയിലാണോ വേണ്ടത്, ഏത് രീതിയിലാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഷോറൂം വരാൻ പോകുന്നത്, അദ്ദേഹം 3D ഫയലാക്കി എനിക്ക് അതേപോലെ കമ്പ്യൂട്ടറിൽ കാണിച്ചു തന്നു. ആ വീഡിയോൻ്റെ ക്ലിപ്പ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കാം. അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇത്രയും ക്ലിയർലി ആൻഡ് നീറ്റിലാണ് എനിക്ക് ആ വീഡിയോ അദ്ദേഹം തന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനോട് അസർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, തൃശ്ശൂരാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ്. ഒരുപാട് സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യുക. എത്ര വലിയ വർക്കിനും നിങ്ങൾക്ക് ധൈര്യമായിട്ട് അയാളായിട്ട് കോൺടാക്ട് ചെയ്യുക. അസറിന് ഒരുപാട് നന്ദി, താങ്ക് യു. എനിക്ക് അദ്ദേഹത്തോട് നേരിട്ട് പറയാൻ കഴിയാത്തത് അന്ന് പെട്ടെന്നൊരു തിരക്കിലായ അദ്ദേഹം ഏൽപ്പിച്ച് പോകാണ് ഉണ്ടായത്. അപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്. ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടെന്ന് ഇത് ഉൾപ്പെടുത്തിയതാണ്. നമ്മുടെ ഷോറൂം എങ്ങനെ വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ലാസ്റ്റ് ഉൾപ്പെടുത്തുക. അതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ്, നമ്മൾ ചെയ്ത് അതിൻ്റെ ബാക്കിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്ഡേഷൻസ് വരുത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയാനുള്ള കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എത്രത്തോളം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂട്ടത്തിലുണ്ട്, നമ്മൾ ഇത്തരത്തിൽ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്ക് ഏത് രീതിയിൽ ഏതൊരു മേഖലയിൽ നമുക്ക് എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ കൂട്ടത്തിലുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വസിച്ച് നിങ്ങളെ വർക്ക് ഏൽപ്പിക്കാൻ പറ്റും. നമ്മുടെ വെറും ഷോറൂമിൻ്റെ ഡിസൈനാണ് അദ്ദേഹം നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോൻ്റെ ആ 3D നമ്മുടെ വീഡിയോൻ്റെ അവസാനത്തിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ആ ഭാഗം കാണാം. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പരിചയപ്പെടുത്തിയത്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള യൂസ്ഡ് ബൈക്കുകളും കൂടി പരിചയപ്പെടുത്തിയിട്ട് കുറച്ച് കാര്യങ്ങളും പാടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇൻ്റർസെപ്റ്റർ 2 വാഹനങ്ങളുണ്ട്, 2019 മോഡലാണ്. പിന്നെ ഹാർലി ഡേവിഡ്സൻ്റെ 750 സ്ട്രീറ്റ് എന്ന് പറയുന്ന മോഡലുണ്ട്. ഇത് ഏകദേശം 3,30,000 രൂപയാണ് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് 2,40,000 രൂപയാണ് ഈ ഒരു വാഹനത്തിന് പ്രൈസ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വാഹനത്തിന് ഏകദേശം 2,50,000 രൂപയാണ് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ടൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുമായി ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പങ്കുവെക്കണം. നിങ്ങളുടെ ഓരോ കമൻറ്റിനും നമുക്ക് ഒരുപാട് എനർജി അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ, അല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ മാറ്റം വരുത്തേണ്ടത്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളിൽ നമുക്ക് പിഴവുകൾ സംഭവിക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തണം. നമ്മൾ എന്ത് രീതിയിലുള്ള നിങ്ങൾ കമൻറ്റ് ചെയ്താലും നമ്മൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ തയ്യാറാണ്. നിങ്ങളുടെ സപ്പോർട്ടിനും നിങ്ങളുടെ അഭിപ്രായത്തിനും അനുസരിച്ചാണ് തീർച്ചയായിട്ടും നമ്മളുടെ മുന്നോട്ടുള്ള പോക്ക്. ഇനി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്, വരും വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കരുത്. അതേപോലെ നമ്മളെ വാഹനം സെയിലാവുന്നത് പെട്ടെന്നില്ല ചെറിയ റീൽസ് പോലത്തെ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിൽ സഫാരി ഓട്ടോ കൺസൾട്ടൻ്റ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതേപോലെ നമുക്ക് അൻഫാൽ സഫാരി, ഹംദാൻ സഫാരി, ഹഫ്സിൻ സഫാരി, അസ്ന സഫാരി, അഫ്ലെ സഫാരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജുകളുണ്ട്. അതൊക്കെ താല്പര്യമുള്ള ആളുകളൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ട, ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.